ബാറക്ക്മോർ ജീവനുള്ളതും ജീവിപ്പിക്കുന്നതും ഇരുതല മൂർച്ചയുള്ള വാളിനേക്കാൾ ശക്തവും പൈശാചിക പോരാട്ടത്തിൽ ജയം നൽകുകയും ആത്മാവിന്റെ നിത്യതയിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന സത്യവും വിശുദ്ധവുമുള്ള ദൈവവചന പഠനത്തിന്റെ ഉള്ളാന്തരങ്ങളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം മുതൽ തൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. യോന പ്രവചനത്തെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചത്. നിനവേ ഇസ്രായേൽ രാജ്യത്തിന് വടക്ക് കിഴക്കാണ് സ്ഥിതി ചെയ്യുന്നത്. തർശീശ് സ്ഥിതി ചെയ്യുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ്. നിനുവയിലുള്ള ജനങ്ങളോട് അവരുടെ ദുഷ്ടത വിട്ട് തിരിയുവാൻ പ്രസംഗിക്കണമെന്ന ഒരു നിയോഗം ദൈവം യോന പ്രവാചകന് നൽകി. യോനായുടെ അതിർ കടന്നുള്ള ദേശസ്നേഹമായിരിക്കണം ആ കൽപ്പന അനുസരിക്കാതിരിക്കുവാൻ അവനെ പ്രേരിപ്പിച്ചത്. അസീറിയൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു നിനവേ പട്ടണം. അസിറിയ ഇസ്രായേലിന് എന്നും ഒരു ഭീഷണിയായിരുന്നു. അവരുടെ പാപങ്ങളുടെ ശിക്ഷയായും ഇസ്രായേലിനോടുള്ള ശത്രുതയായും അവർ നാശമടയണമെന്നായിരിക്കും യോന ആഗ്രഹിച്ചിരുന്നതെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടാൽ അതിൽ ആശ്ചര്യപ്പെടാനില്ല. അതിനാൽ എതിർദിശയിലുള്ള തർശീശിലേക്ക് കപ്പലിൽ യാത്ര പുറപ്പെട്ട യോനായെ കടൽക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി കപ്പൽക്കാർ കടലിൽ എറിഞ്ഞു കളയുന്നു. അവിടെയും യോനായെ സംരക്ഷിക്കുവാൻ ഒരു മഹാ മത്സ്യത്തെ ദൈവം ഏർപ്പാട് ചെയ്യുന്നതായിട്ട് നാം വായിക്കുന്നു. ആ മഹാമത്സ്യം യോനായി വിഴുങ്ങുന്നു. അതിൻ്റെ വയറ്റിൽ കിടന്ന യോന ദൈവത്തോട് അയ്യം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ ഒരാളും ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ആ സ്ഥലത്ത് വെച്ചുള്ള യോനായുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുകയാണ്. മത്സ്യം യോനായെ കടൽക്കരയിലേക്ക് ഛർദ്ദിച്ചു. അതിനുശേഷം ദൈവകൽപ്പന അനുസരിക്കുവാൻ യോന തീരുമാനിക്കുന്നു. ഇനിയും 40 ദിവസം കഴിഞ്ഞാൽ നിനവേക്ക് ഉന്മൂലനാശം ഭവിക്കുമെന്ന ഒറ്റ വാക്യത്തിൽ സംക്ഷേപിക്കാവുന്ന യോനായുടെ ഈ പ്രസംഗത്തെ തുടർന്ന് ലോകചരിത്രത്തിലെ തന്നെ അസാധാരണമായ ഒരു മാനസാന്തരമാണ് അവിടെ സംഭവിച്ചത്. ഒരു നഗരം ഒന്നാകെ തിന്മ വിട്ട് ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും അങ്ങനെ നീതിയിലേക്കും തിരിയുന്നതായി നാം കാണുന്നു. എത്ര ഫലപ്രദമായ ഒരു പ്രസംഗ ശുശ്രൂഷയായിരുന്നു അത്. എന്നിട്ടും യോന നിരാശനും കുപിതനുമായി തീരുന്നത് എന്തൊരു വിരോധാഭാസമാണല്ലേ. ദൈവഹൃദയം എത്രമാത്രം അനുകമ്പപൂർണമാണെന്ന സത്യം യോന പിന്നെയും മനസ്സിലാക്കേണ്ടതായിട്ടാണ് വരുന്നത്. യോന എന്ന എബ്രായ പദത്തിന് പ്രാവ് എന്നാണ് അർത്ഥമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ലാറ്റിനിലെയും ഗ്രീക്കിലെയും ജോനാസ്, ജോന എന്നീ രൂപങ്ങൾ സ്വീകരിക്കാതെ യോന എന്ന എബ്രായ രൂപം തന്നെ മലയാളം ബൈബിളിൽ സ്വീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ ചിന്തകൾ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. അതുവരെയും പരമകാരുണ്യവാനായ ദൈവം തൻ്റെ കരങ്ങളിൽ നമ്മെല്ലാവരെയും വഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു ദിനം ആശംസിക്കുന്നു. मुबारक तो
adbeneshe wambarak bufiro dab karse